ഹായ് അസ്സാം വലൈക്കും. ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ചിക്കൻ മൊമോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണം. കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഒരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ മാവ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കാനായിട്ടാണ് കേട്ടോ മൈദ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്, പക്ഷേ ടേസ്റ്റ് എപ്പോഴും മൈദാമാവിന് തന്നെയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് കട്ടിയായിട്ട് കുഴയ്ക്കേണ്ട, ഒരുപാട് ലൂസ് ആവുകയും വേണ്ട. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. ഫില്ലിങ്ങിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 200 ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് ഫ്ലേവർ അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുഴച്ച് വെച്ച മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി മാവൊന്ന് പരത്തിയെടുത്തിട്ട് ഇതിലേക്ക് ഫില്ലിംഗ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഫില്ലിംഗ് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാട്ടോ, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചുരുട്ടിയെടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാവുന്നതാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ. എല്ലാ മൊമോസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് എളുപ്പത്തിലൊരു മൊമോസ് ചട്നി റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. ഈ ജാറിൽ ഒരല്പം മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ചട്നി നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് മോമോസിൻ്റെ കൂടെ മാത്രമല്ല, നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെയും കഴിക്കാട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊരു പേസ്റ്റ് പരുവത്തിലാവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.
ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി മോമോസ് ചൂടാറിയതിന് ശേഷം നമുക്കിത് കഴിക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മോമോസ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഈ ഒരു മോമോസിൻ്റെ ചട്നി കൂടി നിങ്ങൾ ഉറപ്പായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ചേരുവയിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.